ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒന്ന് നമ്മൾ കുട്ടികൾക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. ഇന്ന് വെജിറ്റബിൾ ദിവസമാണ് കേട്ടോ. വെജാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ തോരനും ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ. കുറച്ച് കുട്ടികൾക്കുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതേപോലെ തന്നെ നമ്മൾ ഇച്ചിരി ഉഴുന്നെല്ലാം ഇട്ട് ഉള്ളി, സബോള, അതുപോലെ തന്നെ വേപ്പില, മല്ലിയില ഇട്ട് നല്ലപോലെ വഴറ്റുകയാണ് കേട്ടോ. നല്ലപോലെ വഴന്ന് വരാൻ വേണ്ടി നമ്മളൊന്ന് അടുപ്പ് സിമ്മാക്കി വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 4 ദിവസമാണ് കേട്ടോ വെജിൻ്റെ നോൺ ഡേ ദിവസങ്ങൾ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. പിന്നെ നമ്മൾ 3 ദിവസം വെജാണ് കൊടുക്കുന്നത്. വെള്ളി, ശനി, ഞായറും നമ്മൾ വെജാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള കറി വയ്ക്കുന്ന പണിയിലാട്ടോ. അപ്പോൾ നമ്മളല്പം ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നല്ലപോലെ ചൂടായ ശേഷം നമ്മളതിലോട്ട് മുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മളതിലോട്ട് ഇടുകയാണ്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച പടവളം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ വേറെ മോഡലിലും വെക്കാം കേട്ടോ. ഇങ്ങനെയല്ലാതെ നമുക്ക് വേറെ മോഡലിലും വെക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് തനിയെ സെപ്പറേറ്റ് വെള്ളം എടുത്തിട്ട് അതിലിട്ട് പടവളങ്ങി മുറിച്ച് കഴുകിയിട്ടത് അതിലൽപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേകാൻ വയ്ക്കുക. വെന്ത ശേഷം നമുക്ക് അതിൽ തേങ്ങയും ജീരകം കൂടെ അരച്ചൊഴിച്ചാലും മതി. ലാസ്റ്റ് കടുക് കാച്ചിയാലും മതി. അപ്പോൾ ഒരു പ്രത്യേക ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഞാനത് പെട്ടെന്നുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പടവളങ്ങിയിട്ട് അതൊന്ന് വെന്ത് വരട്ടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പടവളങ്ങി വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇപ്പം തേങ്ങ അരയ്ക്കാം. തേങ്ങ, ഇച്ചിരി ജീരകവും പച്ചമുളകും കൂടെ നമ്മൾ അരയ്ക്കാം കേട്ടോ. 3 കൂടെ നമ്മൾ അരയ്ക്കുകയാണ്. അരച്ചെടുത്ത് അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട്, വേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെന്ത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇച്ചിരി തിളയ്ക്കുന്ന വരുന്ന ഇളക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കറികൾ നമ്മൾ ആവി വരുമ്പോൾ ഇറക്കി വെക്കും. നമ്മൾ അടുപ്പ് ഓഫാക്കുന്നത് അതെല്ലാം കുറച്ച് ലേറ്റായാൽ അല്ലെങ്കിൽ കേട് വരും. അതിനാണ് നമ്മളൊന്ന് തിളപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ തിളപ്പിക്കുന്നത് കറി കുറച്ച് ടൈം അധികം ഇരുന്നാലും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പടവളം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തോരൻ വെക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നല്ല കൂർക്ക നേരാക്കി നല്ല ക്ലീനാക്കി ഭംഗിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അവ കണ്ടോ. അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ട് നമ്മൾ ഉണ്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണേ. അല്പം കറിവേപ്പില ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക ആയതുകൊണ്ട് ഒരു 2 വിസിൽ വരട്ടെ. 2 വിസിൽ വന്ന ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മളൊന്ന് കാച്ചാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂർക്ക വെന്താൻ നോക്കാം. അപ്പോൾ കൂർക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ കൂർക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്കിതൊന്ന് കടുക് കാച്ചാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് കാച്ചാൻ പോവാണേ. അപ്പോൾ ഇവിടെ ഒരു ക്ലൈമറ്റ് ഇത്തിരി ഒരു മഴയുടെ ലക്ഷണമാണ് കേട്ടോ. മഴയുടെ എന്നല്ല, ഒരു ക്ലൈമറ്റ് ഒരു ചെറുതായിട്ട് ഇരുണ്ട പോലെയാണ് ഇരിക്കുന്നത് സമയം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമ്മൾക്കൊന്ന് ടൗണിൽ പോവുക ആൻറ്റി, ഒന്ന് ശക്തനിലൊന്ന് പോയിട്ട് വരിക, മേൽപ്പാതിയിലൊന്ന് നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ നിർബന്ധത്തിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഈ പണി വേഗം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ കുത്തുമുളകാണ് ഇടുന്നത്. അതായത് നമ്മൾ ചതച്ച് വെച്ച മുളക് ഇടുന്നത്. അപ്പം മുളക് നല്ലപോലെ മൂത്ത് വന്ന ശേഷമാണ് നമ്മൾ ഉള്ളി അതിലോട്ട് ചേർക്കുന്നത് കേട്ടോ. ഉള്ളി വേപ്പില എല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മൂത്ത് വന്ന ശേഷമാണ് നമ്മൾ കുറച്ച് നാളികേരം കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടെ കുറച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. തേങ്ങ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടില്ലെങ്കിലും നമ്മൾക്ക് തോരൻ ആയ ശേഷം ഇട്ടാലും മതി കേട്ടോ. ലാസ്റ്റ് ഇറക്കാൻ പോകുമ്പോൾ ഇടുന്നവരും ഉണ്ട്. അങ്ങനെ ഇടാം നമ്മൾക്ക്. അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് എണ്ണയിലിട്ട് മൂപ്പിക്കുകയും ചെയ്ത് ചില ദിവസങ്ങളിൽ ഞാൻ ലാസ്റ്റാണ് തോരൻ ഇറക്കാകുമ്പോഴേ ഇടാറ്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ആയത് നമ്മൾ കൂർക്ക അതിൽ കെട്ടി നല്ലപോലെ തോരനുണ്ടാക്കി. അടിപൊളി തോരൻ, കൂർക്കത്തോരൻ, പടവളയും കറി, ചോറ് എല്ലാം റെഡിയായി. അപ്പോൾ ഒന്ന് ടൗൺ വരെ പോവുകയാണ് കേട്ടോ. ടൗണിലേക്കല്ല, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് ഒന്ന് പോകാനുള്ള തയ്യാറെടുപ്പിൽ പണിയെല്ലാം നമ്മൾ ഒരുങ്ങി. അപ്പോൾ ഞാനും കുട്ടികളായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളൊന്ന് ഇറങ്ങി ശക്തൻ ഒന്ന് പോയിട്ട്, കാരണം ഇപ്പോൾ രാത്രി കാണാൻ നല്ല ലൈറ്റിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, ക്രിസ്മസ് ഒക്കെ അല്ലേ, അതിൻ്റെതായ നല്ല ഭംഗിയുണ്ട് കാണാൻ. തൃശ്ശൂർ ടൗൺ എന്ന് വെച്ച് നമ്മൾ കാണാൻ പോവുകയാണ്. കണ്ടോ, അപ്പം നമ്മൾ തൃശ്ശൂരെത്തി. കണ്ടോ, തൃശ്ശൂർ ശക്ത സ്റ്റാൻഡാണ്. അപ്പോൾ നല്ല ഭംഗി കണ്ടോ, അതായത് നടപ്പാതയിൽ മേൽപ്പാതയിൽ മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. ചുറ്റും കാണാൻ നല്ല അത്രയും മനോഹരമായിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മേലെ ഒന്ന് കയറി കേട്ടോ. ഞാൻ മേൽപ്പാതിയിൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ്. അപ്പോൾ കുട്ടികളുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത്. എന്തായാലും ഒന്ന് കയറി നോക്കാം. അവർ പറഞ്ഞ് നമുക്കൊന്ന് കണ്ട് നോക്കാം. നമ്മൾ കയറിയിട്ടില്ല അതുവരെ. ഇഷ്ടംപോലെ ആൾക്കാർ നോക്കി കാണുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇപ്പം നമ്മളിങ്ങനെ വാഹനത്തിൽ പോകുമ്പോഴും നടന്നുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ അപ്പോഴേ ഞാൻ ചിന്തിക്കും ഒന്ന് ഇതിന് മേലെ നിന്ന് കയറി നടക്കണം എന്ന്. പക്ഷെ ഇപ്പോൾ കുട്ടികളെ എന്നെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ പോയി. ഞങ്ങൾ മേൽപ്പാതിയിൽ കേട്ടോ, മേലെയാണ്. കണ്ടോ, അപ്പോൾ താഴത്തുനിന്ന് നമ്മൾ വീഡിയോ എടുത്ത ഈ വീഡിയോസാണ് കാണുന്നത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മേൽപ്പാതയിൽ കൂടെ നടക്കാൻ നല്ലൊരു എന്താ പറയുക, അത്ര മനോഹരമായിരിക്കുന്നു. എവിടെ നോക്കുമ്പോഴും നല്ലൊരു ഭംഗി. ചുറ്റും നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ കടകളും നല്ല നല്ല സുഖമായിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റും, അടിപൊളി കാറ്റും. അങ്ങനെ സുന്ദരത്തിൽ സുഖമായിട്ട് അങ്ങോട്ട് നടക്കാം. ടൈം പോണത് അറിയില്ല കേട്ടോ, അതിൻ്റെ മേലെ കയറി നടന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇങ്ങനെ നമ്മൾ നോക്കി നിന്നാൽ ആ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. നല്ല സമയം പോകുന്നതേ അറിയുന്നില്ല കേട്ടോ. ഞങ്ങളുടെ 1 മണിക്കൂർ അവിടെ തന്നെ പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ മേൽപ്പാത കാണുമ്പോൾ ഇതൊക്കെ എന്ത് ഭംഗിയാണ് നോക്കിയേ. മേൽപ്പാതയുടെ ഉള്ളിൽ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് നടക്കാൻ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് ലിഫ്റ്റും ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കാണാനും അതുപോലെ ഇവിടെ നടക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മേൽപ്പാത കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് ലിഫ്റ്റിലാണ് കേട്ടോ. ഈ ലിഫ്റ്റിൽ കൂടെയാണ് നമ്മൾ താഴോട്ട് വന്നത്. വരുമ്പോൾ നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പിൽ കൂടെയാണ് കയറിയത്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആരും മറക്കരുത് കേട്ടോ. അതിനൊരു മനസ്സ് വേണേ നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ചെയ്ത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും സന്തോഷത്തിലാണ് ഞാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ശക്തനെല്ലാം കണ്ടു കേട്ടോ. കണ്ടു ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ കടയിലോട്ട് വന്ന് അങ്ങനെ അവിടെ നിന്ന് ഒന്ന് കടയിൽ ഒന്ന് കയറി. സിൽക്ക് കേന്ദ്ര കേട്ടോ, സിൽക്ക് കേന്ദ്ര ഞങ്ങളൊന്ന് കയറി. കാരണം അതൊരു കൊച്ചിന് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയതാണ്. അപ്പോൾ കയറി സിൽക്ക് കേന്ദ്രയിലൊക്കെ ഒന്ന് നോക്കി. ആൾക്കൊരു ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞ് കയറിയതാണ്. ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ സിൽക്ക് കേന്ദ്ര കേട്ടോ. കണ്ടോ, അടിപൊളി കടയാണേ, സൂപ്പർ കടയാണ് കേട്ടോ. അടിപൊളി കടയാണ് കേട്ടോ സിൽക്ക് കേന്ദ്ര. അടിപൊളി കടയാണേ, എന്ത് ഭംഗിയാണ് കണ്ടോ. എല്ലാ ഡ്രസ്സ്, ഏത് തരം എങ്ങനത്തെ ഡ്രസ്സ് വേണം, എന്തെല്ലാം മോഡൽ വേണം, എല്ലാം ഇവിടെ കിട്ടും കേട്ടോ ഈ കടയിൽ. ഇത് കണ്ടോ, ഫാൻസി ഐറ്റംസും ഉണ്ട് കടയിൽ. ഫാൻസി ഐറ്റംസ് എല്ലാം, വളകൾ, മോതിരം, കമ്മൽ, ലിപ്സ്റ്റിക്ക്, എന്തെല്ലാം വേണം. അതായത് ഡ്രസ്സ് മാത്രമല്ല, ഫാൻസി ഐറ്റംസ്, വാച്ച്, അതുപോലെ എല്ലാം
എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒന്നൊന്നര കടയാണ് കേട്ടോ സിൽക്ക് കേന്ദ്ര. ഇപ്പം ഞാൻ മിക്കവാറും ഈ കടയിൽ തന്നെയാണ് പോകാറ് കേട്ടോ. പക്ഷേ എപ്പോഴും പോവില്ല ഇവിടെ. പക്ഷേ എങ്കിലും അധികം പോകുന്നത് ഈ കടയിൽ തന്നെ. പിന്നെ അത്യാവശ്യം ടൗണിലേക്ക് പോകും, കാരണം നമ്മുടെ അടുത്താണ് ഈ കട. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയ കട ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അകലെയാണ് മറ്റുള്ള തുണിക്കടയെല്ലാം. അപ്പോൾ അങ്ങോട്ടും പോകാറുണ്ട്. ഇങ്ങനെയും അതുകൊണ്ട് നോക്കി എന്തൊരു ഭംഗിയല്ലേ വളകൾ അല്ലേ, സൂപ്പറായിട്ടില്ലേ. മാലകൾ, എന്തെല്ലാം മോഡൽ മാലകളാണ്. മാലകൾ, ചെറിയ ഹാൻഡ് ബാഗുകൾ അല്ലേ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല കാണാൻ അത്രയും കൗതുകം, ബ്യൂട്ടിഫുൾ എന്ന് പറയാം അത്രയ്ക്കും. അങ്ങനെ ഞങ്ങൾ സിൽക്ക് കേന്ദ്രയിൽ കയറി ആൾക്ക് ഡ്രസ്സ് എടുത്ത് അങ്ങനെ അവിടെ മൊത്തം ഒന്ന് കറങ്ങി അല്ലേ. അയ്യോ എന്ത് ഭംഗിയല്ലേ. അങ്ങനെ ഫാൻസി ഐറ്റം തുണിയെല്ലാം കണ്ടു, തുണിക്കട എല്ലാം കണ്ട് സാധനങ്ങൾ. അപ്പോൾ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാട്ടോ, ഒരു കൊച്ചിന് ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കൂ, എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല കട കേട്ടോ, നല്ല ഭംഗിയുള്ള നല്ല ബിസിനസ്സുള്ള കടയുമാണ്. എൻ്റെ ഒരു കൊച്ചന്നെ അവിടെ ഉണ്ട് കേട്ടോ, ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന ഒരു കൊച്ച് ഇവിടെ ഉണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്നത്. ഒരു കുട്ടി ഇവിടെ ഉണ്ട്, ഈ കടയിൽ നിൽക്കുന്നുണ്ട്, ഈ തുണിക്കടയിൽ. ഇഷ്ടം പോലെ നോക്കേ, എന്താ ഭംഗി. മാലകൾ, എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ. കല്യാണത്തിന് അണിയേണ്ട മാലകളാണ് ഇവിടെ കാണുന്നത് അല്ലേ. അങ്ങനെ ക്രീമുകൾ, പൗഡറുകൾ, അങ്ങനെ എല്ലാം നമ്മുടെ ഈ കടയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ക്യാഷ് മാത്രമേ കൊണ്ടുപോകണ്ടു കേട്ടോ, ആവശ്യത്തിന് എന്ത് കിട്ടുന്ന എല്ലാം കിട്ടുന്ന. ഇപ്പം അങ്ങനെയാണല്ലോ, ഒരു തുണിക്കടയിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട്. അല്ലാതെ ഡ്രസ്സുകൾ മാത്രമല്ല, ഇതേ ഐറ്റംസ് മിക്ക ഷോപ്പുകളിലും ഉണ്ട് കേട്ടോ. മിക്ക ഷോപ്പുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കട എന്നല്ല, എല്ലാ കടകളിലും ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മുടെ അതിൻ്റെ ആ ഭംഗി ഓരോ സെക്ഷനായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, കാണുമ്പോൾ തന്നെ വാങ്ങിക്കാൻ തോന്നും അല്ലേ. ക്രീമുകൾ കണ്ടോ, ഷർട്ടുകൾ, ടീഷർട്ട്, അതുപോലെ കോളർ ഷർട്ടുകൾ, ലേഡീസിൻ്റെ ഭാഗമാണ് കേട്ടോ. ലേഡീസിൻ്റെ ഭാഗത്താണ് നോക്കുന്നത്. അപ്പോൾ ലേഡീസ് ഷർട്ട് തന്നെയാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നോക്കുന്നുണ്ട് കേട്ടോ, ഞാനല്ല നോക്കുന്നത്, അവരവിടെ സെലക്ട് ചെയ്യണം, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി, എത്ര നോക്കിയിട്ടും മതിയാവുന്നില്ല കേട്ടോ, കഴിയുന്നില്ല. ഇതല്ല കേട്ടോ, ഇതിപ്പോൾ ഒരു ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സെക്ഷനിൽ മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. കയറി ഫുള്ളും കാണണമെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇട്ടെടുക്കാൻ. പക്ഷെ അതിനുള്ള ടൈമില്ല, കാരണം വൈകിട്ടല്ലേ പോയി, രാത്രിയാണ് പോയത്. അതുകൊണ്ട് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ള ഭാഗം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. സൂപ്പറായിട്ടില്ലേ അല്ലേ, അടിപൊളി, എന്താ കട അല്ലേ. അങ്ങനെ ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ കൊക്കാലയിലെ സിൽക്ക് കേന്ദ്ര കേട്ടോ. ഇതൊക്കെ ബ്ലൗസ് പീസുകളാണ് കേട്ടോ. ഈ സൈഡ് ബ്ലൗസ് പീസുകളാണ്, ഈ ഭാഗം മാത്രം അങ്ങനെ ബ്ലൗസ് പീസുകളാണ്. ഇങ്ങനെ ടോപ്പുകൾ, റെഡിമെയ്ഡ് ടോപ്പുകൾ.
നോക്കൂലേ അടിപൊളിയായിട്ടില്ലേ? ഡോളിലൊക്കെ ഇട്ട് വെച്ചത് എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും നമ്മളിങ്ങനെയൊക്കെ ഉള്ളതാണ് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുക. ഭംഗിയെന്ന് കണ്ട അപ്പം തന്നെ അഴിച്ചെടുക്കുക, അതൊന്ന് വാങ്ങിക്കുക പോരും. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു കേട്ടോ. കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീടെത്തിയിരിക്കുന്നു. ഓക്കേ, ബൈ. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി കേട്ടോ. കണ്ടോ, രാത്രി ഒരു സമയം 8 മണിയായേ.